കേസ് പരിശീലനം സാമ്പത്തിക ശാസ്ത്രം എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് 2023-24 വർഷത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും സ്ഥിര വിലയിൽ മൊത്ത സംയോജിത മൂല്യത്തിലുള്ള വിവിധ മേഖലകളുടെ വിഹിത ശതമാനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. കൃഷി, കന്നുകാലികൾ, വനം, മത്സ്യബന്ധനം എന്നിവയിൽ കേരളത്തിൻ്റെ വിഹിതം ഇന്ത്യയുടെ വിഹിതത്തേക്കാൾ കൂടുതലാണ്. നിർമ്മാണ മേഖലയിൽ കേരളത്തിൻ്റെ വിഹിതം ഇന്ത്യയുടെ വിഹിതത്തേക്കാൾ കുറവാണ്. വ്യാപാരം, അറ്റകുറ്റപ്പണികൾ, ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും എന്നീ മേഖലകളിൽ കേരളത്തിൻ്റെ വിഹിതം ഇന്ത്യയുടെ വിഹിതത്തേക്കാൾ കൂടുതലാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഉത്തരം ഡി. വ്യാപാരം, അറ്റകുറ്റപ്പണികൾ, ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും എന്നീ മേഖലയിൽ കേരളത്തിൻ്റെ വിഹിതം ഇന്ത്യയുടെ വിഹിതത്തേക്കാൾ കൂടുതലാണ്. ന്യായമായ നഷ്ടപരിഹാരത്തിനും ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിലെ സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം 2013 സംബന്ധിച്ച പ്രസ്താവനകൾ പരിശോധിക്കുക. 1894 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൻ്റെ അപര്യാപ്തതകൾ പരിഹരിക്കുന്നതിനാണ് ഈ നിയമം അവതരിപ്പിച്ചത്. 2014 ജനുവരിയിലാണ് പ്രാബല്യത്തിൽ വന്നത്. എല്ലാ ഏറ്റെടുക്കലിലും സാമൂഹിക അപഘാത വിലയിരുത്തൽ ആവശ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഉത്തരം ബി. 2014 ജനുവരിയിലാണ് പ്രാബല്യത്തിൽ വന്നത്. ശരിയാണ്. 1994 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ അപര്യാപ്തതകൾ പരിഹരിക്കുന്നതിനാണ് ഈ നിയമം അവതരിപ്പിച്ചത്. ന്യായമായ നഷ്ടപരിഹാരത്തിനും ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിലെ സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൻ്റെ അപര്യാപ്തതകൾ പരിഹരിക്കുന്നതിനാണ് അവതരിപ്പിച്ചത്. വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ആവശ്യങ്ങൾ, ഭൂമി ഏറ്റെടുക്കുന്നവരുടെ അവകാശങ്ങളും ഉപജീവന മാർഗങ്ങളും പരിഗണിച്ച് സന്തുലിതമായ എന്നതാണ് നിയമം ലക്ഷ്യമിടുന്നത്. ദേശീയ സുരക്ഷ, പ്രതിരോധനം, ചില അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ സാമൂഹിക ആഘാത വിലയിരുത്തൽ ആവശ്യകതകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ പരിശോധിക്കുക. സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാന ശതമാനം വർദ്ധിച്ചു വരികയാണ്. സംസ്ഥാനത്തിൻ്റെ തനത് നികുതിയേതര വരുമാന ശതമാനം വർദ്ധിച്ചു വരികയാണ്. കേന്ദ്ര നികുതികളുടെയും ഗ്രാൻറ്റുകളുടെയും ശതമാനം വർദ്ധിച്ചു വരികയാണ്. ഉത്തരം ബി. സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം ശതമാനം വർദ്ധിച്ചു വരികയാണ്. സംസ്ഥാനത്തിൻ്റെ തനത് നികുതിയേതര വരുമാന ശതമാനം വർദ്ധിച്ചു വരികയാണ്. സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ പ്രധാന ഘടകം തനത് നികുതി വരുമാനമാണ്. 2023-24 സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം 74,329.1 കോടി രൂപയായിരുന്നു. അതായത് 59.71%. സംസ്ഥാനത്തിൻ്റെ തനത് നികുതിയേതര വരുമാനം 16,345.96 കോടി രൂപയും 13.13%. കേന്ദ്ര നികുതികളുടെയും ഗ്രാൻറ്റുകളുടെയും വിഹിതം 33,811.11 കോടി രൂപ 27.16% ആയിരുന്നു. കേന്ദ്ര സഹായത്തിൻ്റെ വിഹിതം 2023 34.39%, 2023-24 27.16% കുറഞ്ഞു. 2024-2025 ഇത് 25.54% കുറയുമെന്നാണ് കണക്കാക്കുന്നത്. സംരംഭക വർഷം 1.0, 2.0, 3.0 സംബന്ധിച്ച പ്രസ്താവനകൾ പരിശോധിക്കുക. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. വൻകിട സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഡി. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. സംരംഭക വർഷം. ഹരിത കേരളം മിഷനെ സംബന്ധിച്ച പ്രസ്താവനകൾ പരിശോധിക്കുക. നവകേരള നിർമ്മിതിക്കായി സംസ്ഥാന സർക്കാർ രൂപം നൽകിയ 4 മിഷനുകളിൽ ഒന്നാണ് ഹരിത കേരള മിഷൻ. ശുചിത്വ, മാലിന്യ സംസ്കരണം, മണ്ണ്, ജലസംരക്ഷണം, ജൈവ കൃഷി എന്നീ 3 മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കൃഷി വികസനമാണ് ഹരിത കേരള മിഷനിലൂടെ ലക്ഷ്യമിടുന്നത്. ശുചിത്വവും ജലസമൃദ്ധിയും ജലസുരക്ഷയും സുരക്ഷ
സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം ലക്ഷ്യമിട്ട് 2016 ഡിസംബർ 8-നാണ് ഹരിത കേരളം മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. പ്രസ്താവനകൾ ഏതെല്ലാം ശരിയാണ്? 1, 2, 3 ശരിയാണ്. നവകേരള നിർമ്മിതിക്കായി സംസ്ഥാന സർക്കാർ രൂപം നൽകിയ 4 മിഷനുകളിൽ ഒന്നാണ് ശുചിത്വ, മാലിന്യ സംരക്ഷണം, മണ്ണ് ജല സംരക്ഷണം, ജൈവ കൃഷി എന്നിവ 3 മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കൃഷി വികസനമാണ് ഹരിത കേരള മിഷനിലൂടെ ലക്ഷ്യമിടുന്നത്. ശുചിത്വവും ജലസമൃദ്ധിയും ജലസുരക്ഷയും സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനവും ലക്ഷ്യമിട്ട് 2016 ഡിസംബർ 8-നാണ് ഹരിത കേരള മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. 3 ശരിയാണ്. സംസ്ഥാനത്ത് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആർദ്രം, ലൈഫ്, ഹരിത കേരളം, വിദ്യാകിരണം എന്നീ 4 മിഷനുകളും കേരള പുനർനിർമ്മാണ പദ്ധതികൾ ഉൾക്കൊണ്ടതാണ്. നവകേരളം കർമ്മ പദ്ധതി. മുഖ്യമന്ത്രി അധ്യക്ഷനും ബന്ധപ്പെട്ട മന്ത്രിമാർ, വകുപ്പ് സെക്രട്ടറിമാർ എന്നിവർ അംഗങ്ങളും ചീഫ് സെക്രട്ടറി കൺവീനറും നവകേരളം കർമ്മ പദ്ധതി കോർഡിനേറ്റർ, ജോയിന്റ് കൺവീനറും ആയുള്ള നവകേരളം കർമ്മ പദ്ധതി സെൽ ആണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ മിഷൻ പ്രവർത്തനങ്ങൾ താഴെത്തട്ടുകളിൽ നടപ്പാക്കുന്നു. അതിജീവനത്തിനായി ജൈവ വൈവിധ്യങ്ങളുടെ പച്ചത്തുരുത്ത്, പരിസ്ഥിതി പുനഃസ്ഥാപിക്കുന്നതിനായി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ, പുഴകൾക്ക് പുതുജീവനേകിയ നീർച്ചാലുകൾ വീണ്ടെടുത്തും ഇനി ഞാനൊഴുകട്ടെ ക്യാമ്പയിൻ, ജലബജറ്റ്, ജലഗുണ പരിശോധന, ഗ്രീൻ ക്യാമ്പസ്, ഹരിത നിയമ സാക്ഷരത, മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ, പരിസ്ഥിതി സംരക്ഷിത കാർഷിക വികസനം എന്നിവ നടപ്പിലാക്കുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഇന്ത്യ ഇൻഡെക്സിനെ പറ്റിയുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഇന്ത്യ ഇൻഡെക്സ് 2023-24 കേരളത്തിൻ്റെയും ഉത്തരാഖണ്ഡിൻ്റെയും സൂചിക 79 നീതി ആയോഗാണ് സുസ്ഥിര വികസന ലക്ഷ്യ ഇന്ത്യ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഇന്ത്യ ഇൻഡെക്സ് 2020-21 മുതൽ തയ്യാറാക്കി വരുന്നു. ശരിയായത് ബി. 1, 2 ശരിയാണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഇന്ത്യ ഇൻഡെക്സ് 2023 കേരളത്തിൻ്റെയും ഉത്തരാഖണ്ഡിൻ്റെയും സൂചിക 79 നീതി ആയോഗമാണ് സുസ്ഥിര വികസന ലക്ഷ്യ ഇന്ത്യയുടെ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. 2030 എല്ലാ തരം ദാരിദ്ര്യം അവസാനിപ്പിക്കാനും അസമത്വങ്ങൾക്കെതിരും പോരാടാനും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നേരിടാനും വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ നിശ്ചയിച്ചിട്ടുള്ള 17 ലക്ഷ്യങ്ങളാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. ദാരിദ്ര്യമില്ലായ്മ, വിശപ്പുരഹിതം, നല്ല ആരോഗ്യം, ക്ഷേമം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ലിംഗസമത്വം, ശുദ്ധമായ വെള്ളം, ഊർജം, മാന്യമായ ജോലി, സാമ്പത്തിക വളർച്ച, വ്യവസായം, അടിസ്ഥാന സൗകര്യങ്ങൾ, അസമത്വം കുറയ്ക്കൽ, സുസ്ഥിര ഗ്രാമങ്ങളും കമ്മ്യൂണിറ്റികളും, ഉത്തരവാദിത്വ ഉപഭോക്താവും ഉൽപ്പാദനവും തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. 2018 മുതലാണ് സുസ്ഥിര വികസന ഇന്ത്യ ഇൻഡെക്സ് നീതി ആയോഗ് തയ്യാറാക്കി വരുന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയെ പറ്റിയുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഭക്ഷണം, വരുമാനം, വിദ്യാഭ്യാസം, പാർപ്പിടം എന്നീ ഘടകങ്ങളിലെ ഇല്ലായ്മയെ അടിസ്ഥാനമാക്കിയായിരുന്നു അതിദാരിദ്ര്യ നിർണയ പ്രക്രിയ. സർവേ നടത്തുന്നതിനുള്ള നോഡൽ വകുപ്പ് ധനകാര്യ വകുപ്പായിരുന്നു. സർവേ പ്രകാരം 81% അതിദരിദ്ര ഗ്രാമപഞ്ചായത്തുകളിലും 15% മുനിസിപ്പാലിറ്റികളിലും 4% മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും വസിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന പരിശോധിക്കുക. ഉത്തരം ഡി. സർവേ പ്രകാരം 81% അതിദരിദ്ര ഗ്രാമപഞ്ചായത്തുകളിലും 15% മുനിസിപ്പാലിറ്റികളിലും 4% മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും വസിക്കുന്നു. ഭക്ഷണം, വരുമാനം, ആരോഗ്യം, പാർപ്പിടം എന്നീ 4 ഘടകങ്ങളിലെ ഇല്ലായ്മയെ അടിസ്ഥാനമാക്കിയായിരുന്നു അതിദാരിദ്ര്യ നിർണയ പ്രക്രിയ. സർവേ നടത്തുന്നതിനുള്ള നോഡൽ വകുപ്പ് ഗ്രാമ്യ വികസന കമ്മീഷണറേറ്ററായിരുന്നു. സർവേ പ്രകാരം 81% അതിദരിദ്ര ഗ്രാമപഞ്ചായത്തുകളിലും 15% മുനിസിപ്പാലിറ്റികളിലും 4% മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും വസിക്കുന്നു. 8553 ദാരിദ്ര്യ കുടുംബങ്ങളുള്ള മലപ്പുറം ജില്ലയിലാണ് പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രർ വസിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. അതിദാരിദ്ര്യ സർവേ വഴി കണ്ടെത്തിയ 64,006 കുടുംബങ്ങളിൽ 75% പൊതുവിദ്യാ വിഭാഗത്തിലും 20% പട്ടികജാതി വിഭാഗത്തിലും 5% പട്ടിക വർഗ വിഭാഗത്തിലും ഉൾപ്പെടുന്നതാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻമാർ പേരുകൾ നിലവിൽ വന്ന ക്രമത്തിൽ ശരിയായി എഴുതുക. പി. എബ്രഹാം,
ഡോക്ടർ പ്രഭ പട്നായിക്, കെ വി രവീന്ദ്രൻ നായർ, ഡോക്ടർ എം എ ഉമ്മൻ, പ്രൊഫസർ ബി എ പ്രകാശ്, എസ് എം വിജയാനന്ദ്, പ്രൊഫസർ കെ എൻ ഹരിലാൽ. സംസ്ഥാന ഗവർണർമാർ 5 വർഷത്തിലൊരിക്കൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243(1)ൻ്റെയും വൈൻ്റെയും 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ സെക്ഷൻ 186ൻ്റെയും 1994 കേരള മുനിസിപ്പാലിറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 205ൻ്റെയും ഖണ്ഡികയിൽ 1 കീഴിലാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനുകൾ രൂപവത്കരിച്ചു വരുന്നത്. സംസ്ഥാനത്ത് നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട നികുതി, ടോൾ, മറ്റ് വിവിധയിനം ഫീസുകൾ തുടങ്ങിയവയുടെ വിഹിതം സംബന്ധിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നികുതി, ടോൾ, ഫീസുകൾ തുടങ്ങിയ നിർണ്ണയിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും സംസ്ഥാനത്തിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് നൽകേണ്ട ഗ്രാൻറ്റുകൾ തുടങ്ങിയവ സംബന്ധിച്ച് മാർഗനിർദ്ദേശം നൽകി വരുന്നു. കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ശുപാർശകളും നൽകി വരുന്നു. സംസ്ഥാനത്ത് ഇതുവരെ 7 ധനകാര്യ കമ്മീഷനുകൾ നിലവിൽ വന്നിട്ടുണ്ട്. 2024-25 കണക്കനുസരിച്ച് ജനകീയാസൂത്രണത്തിനായി സംസ്ഥാന പദ്ധതി വിഹിതത്തിൻ്റെ എത്ര ശതമാനമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്? 28%. 28% ജനകീയാസൂത്രണത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്ന് സംസ്ഥാന പദ്ധതി വിഹിതത്തിൻ്റെ നല്ലൊരു ഭാഗം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കുന്നു എന്നുള്ളതാണ്. 1998-ൽ 1741.87 കോടി രൂപ തദ്ദേശ സർക്കാർ വിഹിതമായി നൽകിയെങ്കിൽ 2024-25 8,532 കോടി രൂപയാണ് തദ്ദേശ സർക്കാർ വിഹിതമായി സംസ്ഥാന സർക്കാർ നൽകിയത്. ഗ്രാമപഞ്ചായത്തുകൾക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ധനസഹായം സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏതെല്ലാം? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി, ദീൻ ദയാൽ അന്ത്യോദയ യോജന, ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ, ഗാൽവനൈസിംഗ് ഓർഗാനിക് ബയോ ആഗ്രോ റിസോഴ്സ് ധൻ, മഹിളാ കിസാൻ സശാക്തീകരൺ പ്രയോജന. ഉത്തരം ബി, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി, ഗാൽവനൈസിംഗ് ഓർഗാനിക് ബയോ ആഗ്രോ റിസോഴ്സ് ധൻ, മഹിളാ കിസാൻ സശാക്തീകരൺ പരിയോജന. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 2023-24 നിലവിൽ സ്ഥിര വിലയിൽ എറണാകുളം ജില്ലയാണ് പ്രതിശീർഷ വരുമാനമുള്ള ജില്ല, ഏറ്റവും ഉയർന്ന വരുമാനമുള്ള ജില്ല. 2023-24 പ്രതിശീർഷ വരുമാനത്തിൽ ഏറ്റവും താഴെയുള്ള ജില്ലകൾ മലപ്പുറം ജില്ലയും വയനാട് ജില്ലയുമാണ്. 2023-24 പ്രതിശീർഷ മൊത്ത ആഭ്യന്തര സംയോജിത മൂല്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന വളർച്ച രേഖപ്പെടുത്തിയത് ഇടുക്കി ജില്ലയിലാണ്. 1, 2, 3 ശരിയാണ്. 2023-2024 സുസ്ഥിര വിലയിൽ 2,38,986 രൂപ പ്രതിശീർഷ വരുമാനമുള്ള എറണാകുളം ജില്ലയാണ് ഏറ്റവും ഉയർന്ന വരുമാനമുള്ള ജില്ല. പ്രതിശീർഷ വരുമാനത്തിൽ ഏറ്റവും താഴെയുള്ളത് മലപ്പുറം ജില്ലയും വയനാട് ജില്ലയുമാണ്. 2023-24 പ്രതിശീർഷ മൊത്ത ആഭ്യന്തര സംയോജിത മൂല്യത്തിൽ ഏറ്റവും ഉയർന്ന വളർച്ച രേഖപ്പെടുത്തിയത് ഇടുക്കി 7.2%. എറണാകുളം ജില്ല 4.47, ഏറ്റവും താഴ്ന്ന വളർച്ച രേഖപ്പെടുത്തിയത്. ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം 2013 കേരളത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ശാസ്ത്രീയമായി നിർമ്മിച്ച ഗോഡൗണുകൾ അഭാവം, റേഷൻ കടകളുടെ പരിമിതമായ സംഭരണ സ്ഥലം, സാധനങ്ങളുടെ ലഭ്യത കുറവ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരി. 1, 2 ശരിയാണ്. ശാസ്ത്രീയമായി നിർമ്മിച്ച ഗോഡൗണുകളുടെ അഭാവം, റേഷനുകളുടെ പരിമിതമായ സംഭരണ സ്ഥലം. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 പ്രകാരം കേരള സർക്കാർ FCI ഗോഡൗണുകളിൽ നിന്നും സംസ്കരണ മില്ലുകളിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ സ്വീകരിച്ച് NFSയുടെ ഇടനില ഗോഡൗണുകൾ സൂക്ഷിക്കുന്നു. ഈ ഭക്ഷ്യധാന്യങ്ങൾ ന്യായവില കടകളിൽ എത്തിക്കുകയും അർഹമായ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു.
ശാസ്ത്രീയമായി നിർമ്മിച്ച ഗോഡൗണുകളുടെ അഭാവവും റേഷൻ കള്ളുകളുടെ പരിമിതമായ സംഭരണ സ്ഥലവും ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം 2013 വിഭാവനം ചെയ്തിട്ടുള്ള TPDS ഫലപ്രദമായി നടപ്പാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു. സംസ്ഥാനത്തെ 77 താലൂക്കുകളിൽ ഒന്നിൽ മാത്രമാണ് ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത ഇടനില ഗോഡൗണുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വയോമിത്രം പദ്ധതിയെക്കുറിച്ച് പ്രസ്താവനകൾ പരിശോധിക്കുക. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ താമസിക്കുന്ന വയോജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന പദ്ധതി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകുന്ന പദ്ധതിയാണ്. ഉത്തരം സി 1ഉം 3ഉം ശരി. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ താമസിക്കുന്ന വയോജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന പദ്ധതി 65 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകുന്ന പദ്ധതി. കേരളത്തിലെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിൽ പ്രദേശങ്ങളിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. നിലവിൽ 95 വയോധിക മിത്രം യൂണിറ്റുകൾ സംസ്ഥാനത്ത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. ഇത് കേരളത്തിൽ 6 കോർപ്പറേഷൻ ഏരിയയിലും 85 മുനിസിപ്പൽ ഏരിയയിലും 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്നു. മൊബൈൽ ക്ലിനിക്കുകൾ വഴി സൗജന്യ വൈദ്യ പരിശോധനയ്ക്കും ചികിത്സയും നടത്തി ആരോഗ്യ പരിരക്ഷയും പിന്തുണയും പദ്ധതിയിലൂടെ നൽകി വരുന്നു. സംസ്ഥാനത്ത് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതിക്ക് സഹായധനം നൽകുന്നത് ആര്? കേന്ദ്ര സർക്കാർ, ജപ്പാൻ സർക്കാർ, ലോകബാങ്ക്, ADB. ഉത്തരം സി ലോകബാങ്ക്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ പ്രതിരോധം നേടുക, സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുക, കൃഷി അധിഷ്ഠിത വ്യവസായത്തെ ശക്തിപ്പെടുത്തുക എന്നിവയാണ് കേരള കാർഷിക കാലാവസ്ഥ പ്രതിരോധ മൂല്യവർദ്ധിത ശൃംഖല നവീകരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. 2680 കോടി രൂപയുടെ പദ്ധതിയാണ് ലോകബാങ്ക് പ്രധാന സഹായധനം നൽകുന്നത്. 2023 5 വർഷമാണ് പദ്ധതിയുടെ കാലാവധി. കൃഷി വകുപ്പിൻ്റെ നവോത്ഥാൻ പദ്ധതിയെക്കുറിച്ച് പ്രസ്താവനകൾ പരിശോധിക്കുക. സാംസ്കാരിക വകുപ്പുമായി യോജിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. കൃഷിക്ക് അനുയോജ്യമായ ഭൂമി വിട്ടു നൽകാൻ താല്പര്യമുള്ള വ്യക്തികളെ കണ്ടെത്തി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഭൂമി നൽകുക എന്ന പദ്ധതിയാണിത്. കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെല്ലാം പ്രസ്താവനകൾ ശരിയാണെന്ന് പരിശോധിക്കുക. 2 മാത്രം ശരി. കൃഷിക്ക് അനുയോജ്യമായ ഭൂമി വിട്ടു നൽകാൻ താല്പര്യമുള്ള വ്യക്തികളെ കണ്ടെത്തി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഭൂമി ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. കൃഷിക്ക് അനുയോജ്യമായ ഭൂമി വിട്ടു നൽകാൻ താല്പര്യമുള്ള വ്യക്തികളിൽ നിന്ന് ഭൂമി കണ്ടെത്തി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പ്രത്യേകിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഹോർട്ടിക്കൾച്ചർ, ഹൈഡ്രോപോണിക്സ്, കൃത്യത കൃഷി, സംരക്ഷണ കൃഷി, കൂൺ കൃഷി, സംയോജിത കൃഷി തുടങ്ങിയ വൈവിധ്യമാർന്ന ഫാമിംഗ് രീതികൾ അവലംബിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ, ഗ്രൂപ്പുകൾ എന്നിവർക്ക് സർക്കാർ ഇടപെടലിൽ ഭൂമി ലഭ്യമാക്കുക എന്നതാണ് നവോത്ഥാൻ പദ്ധതിയുടെ മുഖ്യ ഉദ്ദേശം. ന്യൂ അഗ്രികൾച്ചർ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ് എന്നതാണ് നവോത്ഥാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂ ഉടമസ്ഥതയിൽ മാറ്റം വരുത്താത്ത വിധമുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുന്നത്.